സ്കൂൾ വിട്ടിറങ്ങി അമ്മുവിനെ കാത്ത് ജയ് ഇന്ന് താറിലിരിക്കാതെ താറിന് പുറത്തായി വണ്ടിയിൽ ചാരി നിന്നുകൊണ്ട് അവളെ നോക്കി നിന്നു. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജയുടെ ഹൃദയം പതിവിലും വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഇന്ന് അരുതാത്തതെന്തോ സംഭവിക്കുന്നുവെന്നൊരു ഉൾപ്രേരണയിൽ ആയിരുന്നു അവൻ താറിൽ നിന്നിറങ്ങി നിന്നത്. അവന്റെ മനസ്സിൽ എന്തോ വല്ലാത്ത പേടി നിറഞ്ഞു. പേരറിയാത്തൊരു വേദന അവനിൽ ആ നിമിഷം ഉയർന്നു വന്നു. ഹൃദയം തെറ്റി വല്ലാതെ മിടിക്കാൻ തുടങ്ങി. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ആർക്കെന്തെങ്കിലും പ്രശ്നമോ അപകടമോ സംഭവിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇങ്ങനെ തോന്നാറുണ്ട്. ജയ് തന്റെ നെഞ്ചിൽ കൈവച്ച് ആ മിടിപ്പ് ശാന്തമാക്കാൻ നോക്കിയെങ്കിലും അവനത് കഴിഞ്ഞില്ല. അവൻ തന്റെ അമ്മുവിനെ നോക്കി നിന്നു. പാറു പറഞ്ഞതനുസരിച്ച് അമ്മു ഇരുവശത്തേക്ക് നോക്കാതെ റോഡ് ക്രോസ് ചെയ്തു. പെട്ടെന്ന് അവൾക്ക് നേരെ ഒരു കാറ് പാഞ്ഞെടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ ആ കാറ് അവളെ ഇടിച്ചതും ഒരുമിച്ചായിരുന്നു. ഞൊടിയിടയിൽ തന്നെ അവൾ തെറിച്ച് റോഡിലേക്ക് വീണു. മുന്നിലെ കാഴ്ച കണ്ട് ചലിക്കാൻ പോലും മറന്ന് തറഞ്ഞു നിന്നുപോയി ജയ്. ശ്വാസം എടുക്കാൻ പോലും അവൻ ആ നിമിഷം കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവൾക്ക് ചുറ്റും ആളുകൾ കൂടി. കണ്ണുകൾ ചുവന്ന് കലങ്ങി. തന്റെ ബലം നഷ്ടപ്പെടുന്ന പോലെ ജയ്ക്ക് തോന്നി. അവനൊന്ന് വീഴാനായി ആഞ്ഞു. അമ്മോ! അവൻ അലറി വിളിച്ചോണ്ട് എങ്ങനെയൊക്കെ ഓടി അവളുടെ അടുത്തെത്തി. അവളെ എടുത്ത് മടിയിൽ കിടത്തി. അഗ്നി ഒരു നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയ അവസ്ഥയിലായി. ഓടിച്ചെന്ന് അവളെ നെഞ്ചോട് ചേർത്ത് ആർക്കും കൊടുക്കാതെ പൊതിഞ്ഞു പിടിക്കാൻ അവന്റെ ഹൃദയം വെമ്പി. അവളുടെ ആ അവസ്ഥയിലും ജയ് അവളെ ചേർത്ത് പിടിച്ചത് അവന് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ ജയ് അവളെ എത്രമാത്രം പ്രണയിച്ചിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞത് അപ്പോഴായിരുന്നു. അവനാകെ വല്ലാതായിപ്പോയി. എങ്കിലും ആ നിമിഷത്തിൽ പോലും ജയ്ക്ക് അവളെ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒന്നും പറയാൻ തനിക്ക് കഴിയില്ല. കാരണം എൻ്റെ പെണ്ണ്. അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ല ഭദ്രേ, മരണത്തിന് പോലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. നിന്നെ കാണാൻ വൈകിയെങ്കിലും ഞാൻ ആദ്യമായി സ്നേഹിച്ച ഒരേ ഒരു പെണ്ണ് നീയാണ്, നീ മാത്രം. ഒരു കാര്യത്തിൻ്റെയും പേരിൽ ജയ്ക്ക് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. അഗ്നി ആ വേദനയിലും ദേഷ്യത്തോടെ ജയെ നോക്കി. പിന്നെ പ്രണയത്തോടെ ആ കുഞ്ഞിപ്പെണ്ണിനെയും. മോളെ, അമ്മു, എഴുന്നേക്കടാ, മോളുടെ അച്ചേട്ടനാ വിളിക്കുന്നേ. ജയ് അവളുടെ കൈ തട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. വേദനയിലും അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി. നേർത്തൊരു പുഞ്ചിരി അവള് തെളിഞ്ഞു. അച്ചു. അവളുടെ കണ്ണുകൾ പതി അടഞ്ഞു പോയി. കണ്ണു തുറക്കും മോളെ, കണ്ണടയ്ക്കല്ലേ, എന്റെ കുഞ്ഞിനൊന്നും വരില്ല, സമ്മതിക്കില്ല ഞാൻ. ഇടിമുഴക്കം പോലെ അവൻ ആ നിമിഷം അലറി. കണ്ടു നിന്നവരുടെ കണ്ണുകളും നിറഞ്ഞു. ഡെവി! അതൊരലർച്ചയായിരുന്നു. ഇന്ന് ജയ്ക്കൊപ്പം പോകാനിരുന്നതായിരുന്നു ഡെവി. അജോ നിധിയും നേരത്തെ തന്നെ പോയിരുന്നു. ഡെവി കോളേജിൽ നിന്നിറങ്ങി ജയുടെ താറിനടുത്ത് എത്തിയപ്പോഴാണ് ജയുടെ വിളി കേട്ട് അവിടെ ഓടിയെത്തിയത്. നോക്കുമ്പോൾ അന്ന് സ്റ്റേജിൽ നിന്ന് അതേ പെൺകുട്ടി. അവളെ വാരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ റോഡ് തറഞ്ഞിരിക്കുകയാണ് ജയ്. ഡെവി പെട്ടെന്ന് അവന്റെ അടുത്തിരുന്നു. അവന്റെ തോളിൽ കൈയമർത്തി. ജയ്! ഡെവി അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. കലങ്ങിയ കണ്ണുകളുമായി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇരിക്കുകയായിരുന്നു ജയ്. ഡെവി, എന്റെ പെണ്ണ്, എന്റെ മോള്, എന്റെ കുഞ്ഞിനെ നോക്കിയടാ, എന്റെ കുഞ്ഞിന്റെ നെറ്റിന്ന് ചോര വരുന്നടാ, എന്റെ അമ്മു. പറയാൻ പോലും കഴിയാതെ വാക്കുകൾ ഇടറി അവൻ പൊട്ടിക്കരഞ്ഞു. കൂടി നിന്നവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ അവളെ അങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. പലരും പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും ആർക്കും വിട്ടുകൊടുക്കാതെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. ഡെവി, എൻ്റെ മോളെ കണ്ടോടാ, നീ ഒന്ന് വിളിച്ചു നോക്കടാ, എൻ്റെ കുഞ്ഞെഴുന്നേക്കും, ഒന്ന് വിളിക്കടാ. ഡെവി, എനിക്ക് പറ്റുന്നില്ലടാ, എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ. അവൻ എണ്ണിപ്പറക്കി പദം പറഞ്ഞ് കരഞ്ഞു. ജയ്, ഇപ്പൊ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞു. മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? നീ മാറ്, കുഞ്ഞിനെ ഞാൻ എടുക്കാം. ഈ അവസ്ഥയിൽ നിനക്ക് പറ്റില്ലടാ. ഡെവി പറഞ്ഞു നോക്കി. നോ! അതൊരലർച്ചയായിരുന്നു. ഡെവി പിന്നിലേക്കൊന്ന് ആഞ്ഞുപോയി. എന്റെ കുഞ്ഞിനാരും തൊട്ടുപോകല്ലേ, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ മോളെ ഇങ്ങനെ തന്നെ കിടത്താനാണോ നിനക്കിഷ്ടം? 10 മിനിറ്റ് കഴിഞ്ഞ് ജയ്, കുഞ്ഞിനെ കൊണ്ടുപോയില്ലെങ്കിൽ. ഡെവി ഒന്ന് നിർത്തി ജയ്യെ നോക്കി. എന്താടാ, കൊണ്ടുപോയില്ലെങ്കിൽ എന്താ? എന്റെ കുഞ്ഞ് എന്നെ വിട്ട് എങ്ങും പോകില്ല. അത് പറഞ്ഞ് അവളെ വാരിയെടുത്ത് അവനൊരു ഓട്ടമായിരുന്നു. അപ്പോഴാണ് ഡെവി അഗ്നിയെ കാണുന്നത്. അവന്റെ ചുമന്ന കണ്ണുകൾ കണ്ടപ്പോഴേക്കും ഡെവിക്ക് ഏറെക്കേറെ കാര്യങ്ങൾ മനസ്സിലായി.
ഡെവി ഒന്നും മിണ്ടാതെ അവന്റെ ചുമരിൽ ഒന്ന് തട്ടി. അഗ്നി, നീയും വാടാ. അത് പറഞ്ഞ് ഡെവി മുന്നോട്ട് നടന്നു. അഗ്നിയുടെ കാറിലായിരുന്നു അവർ ഹോസ്പിറ്റലിലേക്ക് പോയത്. ഡെവി ആയിരുന്നു വണ്ടി ഓടിച്ചത്. പെട്ടെന്ന് പോടാ, എന്റെ കുഞ്ഞ് കണ്ണ് തുറക്കുന്നില്ല. അമ്മു, കണ്ണ് തുറക്ക്, എന്നെ ഒന്ന് നോക്കുമോളെ. കണ്ണടക്കല്ലേ, കണ്ണ് തുറക്കു പൊന്നാ. അവൻ അവളെ തട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. അഗ്നിയുടെ ധൈര്യമാകെ നഷ്ടപ്പെട്ടിരുന്നു. ഇടയ്ക്ക് അവളെ നോക്കുകയും കണ്ണുകൾ തുടയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഡെവിക്ക് ആരെ സമാധാനിപ്പിക്കണമെന്ന് പോലും മനസ്സിലാകാതെ പോയി. രണ്ടുപേരും ഒരേ ആളെയാണ് സ്നേഹിക്കുന്നത്. രണ്ടുപേർക്കും ഇഷ്ടം ഈ കുഞ്ഞുപെണ്ണിനെയാണ്. ഈ രണ്ടുപേരും തന്റെ സുഹൃത്തുക്കളാണ്. പക്ഷെ ഇപ്പോൾ അഗ്നിയേക്കാൾ ജയ്ക്കൊപ്പമാണ് താൻ നിൽക്കേണ്ടത്. ഇന്നത്തെ അവസ്ഥ കണ്ടിട്ടും അഗ്നിക്ക് തന്റെ വേദന കടിച്ചമർത്താൻ കഴിയുന്നുണ്ട്. അവൻ അങ്ങനെയാണ്. പക്ഷെ ജയ് അങ്ങനെയല്ല. അവൻ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലായിരുന്നു. ദൈവമേ, ഇവരെ പരീക്ഷിക്കരുതേ. അവൾക്ക് അർഹനായ ഒരാളെ തന്നെ കൊടുക്കണേ. അതുപോലെ അവൾക്കൊരാപത്തും വരാതിരിക്കണേ. ഡെവി മനമൊരുകി പ്രാർത്ഥിച്ചു. വണ്ടി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നു. നോ! തന്റെ ഓർമ്മകളിൽ നിന്ന് ജയ് ഞെട്ടി ഉണർന്നു. അന്നത്തെ സംഭവം മുന്നിൽ തെളിയുന്നത് പോലെ. ഡെവി അവനെ മുറുക്കെ പിടിച്ചു. അവനൊന്ന് ശാന്തമാകുന്നത് വരെ. അവന്റെ വേദനയ്ക്ക് ഒരു ചെറിയ ആശ്വാസമായി ആ ചേർത്തുപിടിക്കൽ മാറി. പതുക്കെ അവൻ ശാന്തനായി. എന്നാലും എന്റെ ജയ്, ഇത്തിരി പോന്ന ആ കൊച്ചിനോട് എന്തോ പ്രപ്പോസലാടാ നീ ചെയ്തത്? അജു കളിയോടെ ചോദിച്ചു. ലോകത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവോടാ? അജുവിന് അതാണ് സംശയം. എന്നാലും കൊച്ചു 10ാം ക്ലാസ്സിലല്ലായിരുന്നോടാ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൾ തന്നെ ഒരു കൊച്ച. പിന്നല്ല നിന്റെ കൊച്ചിനെ കൂടെ. ഡെവി തലയ്ക്ക് കൈ കൊടുത്തുപോയി. ആനക്കാര്യം പറയുമ്പോഴാണ് അവന്റെ ഒരു ചേനക്കാര്യം. ഡെവി പറഞ്ഞുപോയി. ജയ് അവനെ തല്ലാനായി പോയതും ചെക്കൻ ഒരു ഓട്ടം അങ്ങ് വെച്ചു കൊടുത്തു. അല്ല പിന്നെ. ഡെവി ചിരിച്ചു പോയി. ഒപ്പം തന്നെ ജയ്യും. കുറച്ചു കഴിഞ്ഞ് ദാ തിരിച്ചു വരുന്നു നേരത്തെ പോയ ആ മുതൽ. ജയ് ഒന്ന് ഓക്കെ ആയതും തുടർന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം അവളെ ഐസിയുയിലേക്ക് മാറ്റി. ഷർട്ട് പോലും മാറാതെ അവളുടെ പടർന്നു കിടക്കുന്ന രക്തത്തിലേക്ക് അവൻ വിരലുകൾ ഓടിച്ചു. നിർവികാരമായി. ഡാ ജയ്, നമുക്ക് ഈ ഷർട്ടൊന്ന് മാറ്റിയിട്ട് വരാം. ഇത് നിറയെ കറയാടാ. ഡെവി അവന്റെ ഷർട്ടിലെ കറ കണ്ട് വേദനയോടെ ജയോട് പറഞ്ഞു. എന്റെ കൊച്ചിന്റെ രക്തമല്ലേടാ. വേണ്ടടാ, മാറ്റണ്ട. ഡെവി അവനെ ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷമാണ് അവൻ മാറ്റാനായി പോയത്. ആ സമയത്ത് എന്താ അവിടെ നടന്നതെന്ന് അറിയില്ലായിരുന്നു. അഗ്നി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ വന്നപ്പോഴേക്കും അവൻ പോയിരുന്നു. ജയ് ബാക്കി പറയാതെ കടലിലേക്ക് നോക്കി നിന്നു. അത് കണ്ട് ഡെവി തുടർന്നു. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അറിയാൻ കഴിഞ്ഞത് മോളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു. അവളെ ഒരു നോക്കു പോലും കാണാൻ പിന്നീട് ജയ് നിന്നില്ല. ഡോക്ടർ പറയുന്നത് കേട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി ഇവൻ. നീണ്ട വർഷങ്ങളിലെ കാത്തിരിപ്പിനൊടുവിലാണ് ഇവനെ തിരിച്ചു കിട്ടിയത്. ആ സംഭവത്തിന് ശേഷം ജയുടെ മനസ്സ് കൈവിട്ടു പോയിരുന്നു. പൂർണ്ണമായി ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് അവൻ മാറിക്കഴിഞ്ഞിരുന്നു. അന്ന് ആശുപത്രിയിൽ നിന്ന് ജയ്ക്കൊപ്പം ഇറങ്ങിയതായിരുന്നു ഞാൻ. അഗ്നിയെ അന്ന് കണ്ടതിന് ശേഷം 7 വർഷത്തിനിപ്പുറമാണ് അവനെ ഞാൻ ഇന്ന് കാണുന്നത് തന്നെ. ഇതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാം അറിയണം, ജയ് ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. അജുവിന് ഇതൊക്കെ പുതിയ അറിവായിരുന്നു. ജയുടെ അവസ്ഥ ഡെവിക്ക് അല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു. അവൻ ആരെയും ഒന്നും അറിയിച്ചിരുന്നില്ല. അജുവിന് ഡെവിയോട് ആ നിമിഷം ബഹുമാനം തോന്നിപ്പോയി. ഡെവി തുടർന്നു. 3 വർഷം ആരെയും തിരിച്ചറിയാൻ പോലും കഴിയാതെയായിരുന്നു അവൻ ആ ഹോസ്പിറ്റലിന്റെ മുറിയിൽ. എന്തിനേറെ എന്നെ പോലും. അത് പറയുമ്പോൾ ഡെവിയുടെ കണ്ണ് നിറഞ്ഞുപോയി. അത് മനസ്സിലായി ജയ് അവനെ ചേർത്ത് പിടിച്ചു. ഒരുപാട് കഷ്ടപ്പാടിനൊടുവിലാണ് ജയെ തിരിച്ചു കിട്ടിയത്. ആ സംഭവത്തിന് ശേഷം പിന്നെ ജയ് അങ്ങോട്ട് എല്ലാത്തിനും ദേഷ്യമായിരുന്നു. പാവങ്ങളോട് പുച്ഛമായിരുന്നു. സ്വന്തം വീട്ടുകാരെ അല്ലാതെ വേറെ ആരെയും അവൻ സ്നേഹിച്ചില്ല. അവന്റെ അമ്മയും പെങ്ങളെയും അല്ലാതെ വേറൊരു പെണ്ണിനെയും അവൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് ശ്രീമോൾക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വന്നത്. ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചു ഇല്ലേടാ? ജയ് നിർവികാരമായി ഡെവിയോട് ചോദിച്ചു. അത് സാരമില്ലടാ, അതിനേക്കാൾ കൂടുതൽ നീ ഇപ്പൊ അവളെ സ്നേഹിക്കുന്നില്ലേ? നീയും അതുപോലെ അനുഭവിച്ചില്ലേ? ഇപ്പൊ അവളെ ചേർത്ത് പിടിക്കുന്നില്ലേ? ഡെവി ജയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അജു പറഞ്ഞു തുടങ്ങി. ഡെവി, ജയ്, ഇതിന്റെ ഇടയിൽ നടന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ. പിന്നെ അഗ്നി അറിയണമല്ല, അറിയണം, അറിഞ്ഞിരിക്കണം.
ജയ് കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അജുവും ഡെവിയും അവന്റെ ദേഷ്യം നോക്കി കാണുകയായിരുന്നു. ജയ്, നീ എങ്ങനെയാടാ മോളെ തിരിച്ചറിഞ്ഞത്? ഡെവിയുടെയാണ് സംശയം. നിന്റെ കൂടെ അവൾ വന്ന ദിവസമില്ലേ അന്ന് ഞാൻ ആ ഡയറി എടുത്തിരുന്നു, കുറച്ചൊക്കെ വായിച്ചിരുന്നു. അവളുടെ സ്വപ്നങ്ങളിൽ ഒരു രാജകുമാരൻ വന്ന കാര്യം ഒക്കെ പെണ്ണെഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ അവൾ കാണുമായിരുന്നു. പിന്നീടുള്ള താളുകൾ മറിച്ചു വന്നപ്പോഴാണ് ആ ഫോട്ടോ എന്റെ കണ്ണിൽ ഉടക്കിയത്. ആ ഡയറി എടുത്ത് വായിക്കണം എന്ന് കരുതിയിരുന്നില്ല. എന്തോ ഒരു ഉൾപ്രേരണയിലാണ് ഞാൻ അതെടുത്ത് വായിച്ചത്. ഞാനത് വായിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ അവളെ വേദനിപ്പിച്ചേനെ, അവൻ വേദനയോട് പറഞ്ഞു. അന്ന് ആ ഡയറി വായിച്ചു കഴിഞ്ഞ് എനിക്ക് ദേഷ്യം വന്നുപോയി. എന്നെ അറിയാമായിരുന്നിട്ടും അവൾ അറിയാത്ത പോലെ നടിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ദേഷ്യപ്പെട്ടതാ. അവളെ ഞാൻ ആദ്യമായി കണ്ടപ്പോഴുള്ള ഡ്രസ്സിലുള്ള ഫോട്ടോ ആയിരുന്നു അത്. പിന്നീട് നമ്മുടെ വിഷ്ണുവില്ലേ, നമ്മുടെ ഓഫീസിലെ, അവനെ വിളിച്ച് ഭദ്രയുടെ ഡീറ്റെയിൽസ് എടുക്കാൻ ഞാൻ ഏൽപ്പിച്ചു. ആ ഫയലും കിട്ടി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെന്റെ അമ്മുവാണെന്ന്. പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഡെവി ഇടയ്ക്ക് കയറി പറഞ്ഞു. അതിനുശേഷം അവളെ നമ്മുടെ കോളേജിൽ ചേർക്കാനുള്ള ആവശ്യം ഉന്നയിച്ചത് ജയ് തന്നെയാണ്. പക്ഷെ എന്റെ കൂടെ തന്നെ നിൽക്കണം പോലും. ജയിൽ അപ്പൊ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ഞാനിപ്പോ അന്ന് നടന്ന കാര്യങ്ങൾക്ക് പിന്നാലെയാണ്. ഡെവി, അന്ന് എന്താണ് നടന്നതെന്ന് അറിയണം. പിന്നെ നമ്മുടെ അമ്മുവിന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ളത് കൂടി കൊടുക്കണം, പ്രത്യേകിച്ച് ശ്രീജിത്ത്. അവന്റെ പേര് പറയുമ്പോൾ ജയയുടെ ചുണ്ടിൽ ക്രൂരമായ ചിരി വിരിഞ്ഞു.